ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന റെസിപ്പിയും കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ ചിക്കൻ ഉമ്മുകുൽസു ആണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, പിന്നെ കാണാൻ നല്ല ഭംഗിയുമാണ്, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്, പക്ഷേ ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ പറയുന്ന ഈ മെത്തേഡ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചിക്കനെ ഉമ്മുകുൽസു ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഉമ്മുക്കുൽസ് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചിക്കനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നല്ലപോലെ വരിഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ട് വരിഞ്ഞു കൊടുക്കുക. എന്നാലും അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് മസാല പിടിക്കുള്ളൂ. അതിൻ്റെ ഉൾവശമൊക്കെ നല്ലപോലെ ഒന്ന് തേച്ച് കഴുകിയതിന് ശേഷം ഒരു സ്റ്റെയിനറിൽ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഇത് എടുത്തിട്ടുള്ളത്. അതിൻ്റെ വെള്ളമൊക്കെ നീർക്ക് പോകണം. അതിന് ശേഷം നമുക്ക് ഇതിലോട്ടൊരു മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടും. പിന്നെ വേറെ കളർ ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി, 2 പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ എടുത്തിട്ട് അരച്ചാലും മതി. പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് ചേർത്താലും മതി. ഇനി ഒരു സവാള, ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. വലിയ സവാള ആണെങ്കിൽ അതിൻ്റെ പകുതി മതിയാവും. പിന്നെ ഇതിലോട്ട് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. പിന്നെ അതുപോലെ തന്നെ ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും, പിന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ സുർക്ക, അതായത് വിനെഗർ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം തൈരും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അതിന് ശേഷം നമ്മുടെ ചിക്കനിൽ ഈ പേസ്റ്റ് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. പേസ്റ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ നോക്കുക, ഉപ്പൊക്കെ ഒന്ന് പാകമാണെന്ന് നോക്കട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ആ പേസ്റ്റിലിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് നല്ല കൈ വെച്ചിട്ട് തന്നെ നമ്മുടെ ചിക്കനിൽ ഇത് തേച്ച് പിടിപ്പിക്കണം. ഒരു 5 മിനിറ്റ് വെച്ചിട്ട് തേക്കേണ്ടി വരും. എന്നാലും അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ മസാല പിടിക്കുള്ളൂ. ചിക്കൻ്റെ ഉൾവശമൊക്കെ മസാല കൊണ്ട് പൊതിയണം. ഒരു ഭാഗം മസാല ആവാത്തതുണ്ടാകാൻ പാടില്ല. അതിന് ശേഷം നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഒരു 4 മണിക്കൂർ മിനിമം വെക്കണം കേട്ടോ. മിനിമം 4 മണിക്കൂർ. തലേ ദിവസം ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല, അത്രയും നല്ലതാണ്. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണോളം മതി, കൂടുതൽ എണ്ണയൊന്നും ആവശ്യമില്ല ഇതിന്. അപ്പോൾ ഞാനിത് പാനിലാണ് തയ്യാറാക്കുന്നത്. സാധാരണയായിട്ട് എല്ലാവരും കുക്കറിലാണ് തയ്യാറാക്കുന്നത്. ഞാനിത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ചട്ടി ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചിക്കൻ്റെ കാലൊന്ന് ഒന്നിക്ക് 2 കാലും കൂടി ഒന്നൊരു നൂല് കൊണ്ട് കെട്ടി വെക്കുക. അല്ലെങ്കിൽ ഇതുപോലെ കാല് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി കൊടുക്കുക. കാരണം അത് ചൂടാവുന്ന സമയത്ത് ഇത് വിടരാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ 2 കാല് ഈ പിടിച്ച പോലെ പിടിച്ചിട്ട് ഒരു നൂല് കൊണ്ടാണ് കെട്ടി കൊടുത്താലും മതി. എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം, സൗകര്യം പോലെ ചെയ്യുക കേട്ടോ. ഇനി അതിന് ശേഷം ഈ പാൻ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ചിക്കനാണ്ട് ഇറക്കി വെക്കാം. ഇത്രേ പണിയുള്ളൂ. പക്ഷേ ഇതൊരു അരമണിക്കൂറാവും കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോരോ 5-6 മിനിറ്റ് ഇടവിട്ടിട്ട് നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചിട്ട് വേവിക്കണം. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കണം, എന്നാലേ ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടുള്ളൂ. ഉൾവശമൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടച്ച് വെക്കുന്നത്. അപ്പോൾ അടച്ച് വെക്കുമ്പോൾ ഇതിൽ നിന്ന് തന്നെ എണ്ണ ഇറങ്ങും. ഇപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. 2 സ്പൂണോ അല്ലെങ്കിൽ 2 ഇതുപോലെ 2 ഇത് വെച്ചിട്ട് തവിയെന്തിനും വെച്ചിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എളുപ്പമാണ് മറിച്ചിടാൻ. ഇത് കണ്ടോ, ഇപ്പോൾ ഒരു 7 മിനിറ്റിന് ശേഷമാണ് അത് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിവശം കുറച്ച് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഓരോ വശവും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു 1/2 മണിക്കൂർ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടോ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ ഓരോ പ്രാവശ്യം ഇത് അടച്ച് വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അങ്ങനെ ഒരു 25 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് ബാക്കി വരുന്ന 5 മിനിറ്റ് നമുക്കിത് മൂടി തുറന്നിട്ട് ഒന്ന് മുരിച്ചെടുക്കണം. അങ്ങനെയാണ് ഇത് വേവിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറംഭാഗമൊക്കെ നല്ലൊന്ന് മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും, ഉൾവശം നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ഉൾവശം വേവാത്ത ഒരു പ്രശ്നം വരില്ല അങ്ങനെ വേവിക്കുകയാണെങ്കിൽ. കുക്കറിലാവുമ്പോൾ നമുക്ക് വിസിൽ കൂടിക്കഴിഞ്ഞാലോ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ടൈമിലെടുക്കാൻ പറ്റിയില്ലെങ്കിലൊക്കെ അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ കുക്കറുണ്ടെങ്കിൽ കുക്കറിലും വെച്ച് വേവിക്കുക. ഇങ്ങനെ ആകുമ്പോൾ നല്ല ഈസിയാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തിരിച്ചു മറിച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ വെള്ളം ഇപ്പോൾ ഒരു 25 മിനിറ്റ് ആയതിന് ശേഷം ഞാനിത് അടപ്പ് തുറന്നിട്ടിട്ട് നല്ലപോലെ ഒന്ന് മുരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ ശരിക്കും വറ്റുകയും ചെയ്യും. അതിലുണ്ടായ എണ്ണയും ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും കൂടിയാണ്. അതൊക്കെ നല്ലപോലെ വറ്റി നല്ല മുരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഞാൻ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുവിലോട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം. എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, 2
സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ 2 കയ്യിൽ കൊണ്ടോ ചട്ടകം കൊണ്ടോ എടുക്കുക. അതിന് സെൻട്രലായിട്ട് വെച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ. നമുക്ക് ഇതിലോട്ടൊരു ഫില്ലിങ് റെഡിയാക്കണം ഇനി. അപ്പോൾ ഇത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടൊരു ഫില്ലിങ് റെഡിയാക്കാം. അതിൻ്റെ നിറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സെയിം പാൻ തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ആ എണ്ണയിലോട്ട് നമുക്കിതിലോട്ട് പിന്നെ 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിറക്കാൻ വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നിറച്ച് കഴിക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക, ഒരു കുറച്ച് ഗ്രേവിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പോൾ ചപ്പാത്തിയോ പൊറോട്ടയൊക്കെ കഴിക്കുമ്പോൾ അതിലേക്ക് നമുക്ക് വേറൊരു കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സവാള ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു 2 മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് വാടുന്ന സമയത്ത് 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വേണ്ട, അത്ര മതിയാവും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും കൂടുതൽ ഇട്ട് കൊടുക്കണ്ട. കാരണം നമ്മൾ ചിക്കനിലൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു മസാല ഇതിലുണ്ടാവും. പിന്നെ നമ്മൾ ചിക്കനിലോട്ട് അരച്ച് വെച്ച മസാല ബാക്കി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാനൊരു 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒന്നും ഒരു മസാല പൗഡറും ഞാൻ ഈ ഒരു ഗ്രേവിയിലോട്ട് ചേർക്കുന്നില്ല. ഈ ഒരു മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ചിക്കനിലോട്ട് അരച്ച് വെച്ച ആ മസാല ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുത്തത്. അതിന് ശേഷം ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റും കൂടി വരുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഗ്രേവിക്ക്. ഈ ഗ്രേവി ഉള്ളിൽ നിറക്കാൻ പോവാണ്. അപ്പോൾ ചിക്കനും നല്ല ആ ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് 1 മുട്ട പുഴുങ്ങിയത് ഉടച്ചിട്ട് ചേർക്കുന്നുണ്ട്. ആ മുട്ടയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് തികച്ചും ഓപ്ഷനിലാണ്, നിങ്ങൾ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ചിക്കനിൻ്റെ മുകളിൽ എന്തായാലും നമുക്ക് ഉമ്മുകുൽസു ആക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട പുഴുങ്ങണമല്ലോ, അപ്പോൾ 2 എണ്ണം പുഴുങ്ങിയതാണ്. അപ്പോൾ ഒന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുത്തതാണ്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്യാം. മല്ലിയില കൂടി ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് മല്ലിയില ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ നമ്മുടെ ചിക്കൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിറക്കാനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഗ്രേവി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇത് കൂട്ടി കഴിക്കുമ്പോൾ നമുക്ക് ചപ്പാത്തിയോ പൊറോട്ടയൊക്കെ കഴിക്കണമെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ആ കൂട്ട് നമുക്ക് ഈ ചിക്കൻ്റെ ഉള്ളിലോട്ട് 1 സ്പൂൺ വെച്ചിട്ട് നിറച്ച് കൊടുക്കാം. ഇതുപോലെ ചെയ്താൽ മതി. സ്പൂൺ വെച്ചിട്ട് നിറച്ച് കൊടുക്കാൻ വളരെ ഈസിയാണ്. ഇപ്പോൾ ചിക്കന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഗ്രേവി കൂട്ടുണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ ചിക്കൻ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ആയല്ലോ ഇപ്പോൾ സമയം പിടിച്ചിട്ടുണ്ട് അത് തയ്യാറായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയം ലാഭിക്കണം എന്നുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ആയിരുന്ന സമയത്ത് തന്നെ വേറെ ഒരു അടുപ്പത്ത് വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. പക്ഷേ അത് ചിക്കൻ ചൂടാറിയതിന് ശേഷം നിറച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇനി അപ്പോൾ ബാക്കിയുള്ള ഗ്രേവി ഞാൻ ഇതിൻ്റെ അടിവശത്തോട്ട് നിരത്തി കൊടുക്കുകയാണ്. കാരണം നമുക്ക് കഴിക്കുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ ഉമ്മുക്കുൽസു ആക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ട റെഡി ആയിട്ടുണ്ട്, ചിക്കനെ തല വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മുട്ട പുഴുങ്ങി തോടൊക്കെ എടുത്തിട്ട് അതിന് 2 ഗ്രാമ്പു വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ണായിട്ട്. കുരുമുളക് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഗ്രാമ്പു ആകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. അതിൻ്റെ ഉള്ളിലോട്ട് നല്ലപോലെ ഒന്ന് ഇറക്കി വെക്കാൻ പറ്റും. ഇതുപോലെ 2 കണ്ണാക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു ക്യാരറ്റിൻ്റെ ചെറിയൊരു പീസ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് മൂക്കായിട്ടും വെച്ച് കൊടുക്കാം. അത്ര മതി. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഫോട്ടോ എടുക്കാനൊക്കെ നല്ലൊരു ഭംഗി ഉണ്ടാവുമല്ലോ ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്ക് അടിഭാഗത്ത് നിന്ന് കുത്തി കൊടുക്കാം. കുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് തലയുടെ ഭാഗത്തേക്ക് ഇറക്കി വെക്കാം. തലയാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉമ്മുകുൽസുവിന് തലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു തട്ടം വെച്ച് കൊടുക്കാം. ഇതൊന്നും കൂടി ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുമോ നോക്കട്ടെ. അതൊന്ന് കുനിഞ്ഞ് നിന്നിട്ടുണ്ട്. നമ്മൾ ഗ്രേവിയൊക്കെ ഫുള്ളായപ്പോഴേ ഇപ്പോൾ ശരിയായി. ഇനി നമുക്ക് ഒരു അലുമിനിയം ഫോയിൽ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിന് തട്ടം വെച്ച് കൊടുക്കാം. സ്കാർഫ് കെട്ടി കൊടുക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ എളുപ്പത്തിൽ നിൽക്കും ഈ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ. ഇനി നമ്മുടെ ചിക്കൻ ഉമ്മുകുൽസു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. നമുക്ക് പാർട്ടി സ്പെഷ്യലായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. വീട്ടിലൊരു പാർട്ടിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് ടേബിളിൽ വെക്കുകയാണെങ്കിൽ എല്ലാവരുടെ കണ്ണും ഉമ്മുകുൽസുവിൻ്റെ മേലെ തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി.